ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്ന് അൺലോക്ക് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു ജിയോ പൊളിറ്റിക്സും കൂടി അമേരിക്ക എന്താണോ അൺലോക്ക് ചെയ്യരുതെന്ന് ഇത്രയും കാലം കരുതിയത്, ആ ഒരു വാതിലാണ് ഇന്ത്യയും ചൈനയും റഷ്യയും കൂടി ഇന്ന് തുറന്നിരിക്കുന്നത്. അതിലേക്ക് കടക്കും മുന്നേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജിയോ പൊളിറ്റിക്സിലെ ഇന്ത്യയുടെ ഓരോ നീക്കവും വളരെ എക്സൈറ്റിങ്ങും ഇൻട്രസ്റ്റിങ്ങുമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ കണ്ടത് ഇന്ത്യയുടെ ഇത്രയും കാലത്തെ ഉറച്ച പോരാട്ട വീര്യത്തിൻ്റെ ഇമ്പാക്റ്റ്, ഒരു പ്രതിഫലനം, ഒരു നേർക്കാഴ്ച. അതിനെ എന്തൊക്കെ പറഞ്ഞ് വിളിച്ചാലും മതി വരില്ല. അത് ലോക ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ ഒരു ചരിത്ര മൊമെൻ്റായി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റ് മാറി എന്ന് പറഞ്ഞാലും അതിൽ വലിയ അതിശോക്തി ഉണ്ടാവില്ല. നമുക്ക് അറിയാം കഴിഞ്ഞ SCO സമ്മിറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന്. അറിയാത്തവരുടെ അറിവിലേക്കായി ഇവിടെ പറയാം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയും പാകിസ്ഥാനും അടങ്ങുന്ന അന്തർദേശീയ വേദിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു 2 മാസങ്ങൾക്ക് മുന്നേ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അന്നത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ രാജ്നാഥ് സിംഗ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തപ്പോൾ പാകിസ്ഥാന് അനുകൂല വേദിയായി മാറിയപ്പോൾ പോലും അന്ന് രാജ്നാഥ് സിംഗിന്റെ നീക്കം ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ വൻ കോളിളക്കമാണ് അന്ന് സൃഷ്ടിച്ചത്. അവിടെയും തീർന്നില്ല. ഇന്ന് ചൈനയിൽ വെച്ച് നടന്ന SCO ഉച്ചകോടി മോദിയുടെ പാർട്ടിസിപ്പേഷൻ പാകിസ്ഥാനും നിഴൽ പറ്റുന്ന അമേരിക്കയ്ക്കും കണക്കിന് കൊടുക്കുന്ന വേദിയായി SCO മാറുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. ഒരുപാട് വൈറലായ ആ വീഡിയോ ഓരോരുത്തരും കാണേണ്ടതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, മനോഹരമായിട്ടാണ് മോദിയും പുടിനും ഷീ ജിൻപിങ്ങും ഒക്കെ വളരെ ഓർഗാനിക്കായി അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യുന്നത്. ഷീ ജിൻപിങ്ങിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ അത്യപൂർവമായി മാത്രമാണ് ഷീ ജിൻപിങ് ഇങ്ങനെ മോദിയോടും പുടിനോടും കൂടെ സൗഹൃദം പങ്കിടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഫ്രണ്ട്ലി ആയി ചിരിച്ച് തമാശ പറഞ്ഞ് ഇടപഴകുന്നത് ആ വീഡിയോയിൽ കാണാം. ഈ വൈറലായ വീഡിയോക്ക് വളരെ രസകരമായ കമൻറ്റുകളാണ് ഇതിനോടകം തന്നെ ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഷീ ജിൻപിങ്ങും പുടിനും മോദിയും നമ്മൾ തമാശ പറഞ്ഞ് ചിരിക്കുമ്പോൾ ചിലരുടെ കമൻറ്റ് ഇങ്ങനെ: മൂവർക്കും സൊറ പറഞ്ഞ് ചിരിക്കാനുള്ള ഒറ്റ കാരണമാണ് ട്രംപിന്റെ അടിക്കടിയുള്ള വാക്ക് കൊടുക്കലും പിറ്റേ ദിവസം വാക്ക് മാറ്റലും വിഷയമാക്കിക്കൊണ്ട് മൂവരും ചേർന്ന് ചിരിക്കുകയായിരിക്കാമെന്ന് മറ്റു ചിലർ. ഇതിനിടയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫിന്റെ ബോഡി ലാംഗ്വേജും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് ഊക്ക് വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഷെഹബാസ് ഷെരീഫിന്റെ വളരെ നിരാശാജനകമായ ബോഡി ലാംഗ്വേജ് ആണ് അവിടെ കാണാനാവുന്നത്. മോദിയും പുടിനും ഷരീഫിന്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ ഇടം കണ്ടിട്ട് നോക്കുന്ന ഷരീഫിനെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. പാകിസ്ഥാൻ അമേരിക്കയുടെ പാവ സർക്കാരാണെന്ന് നേരത്തെ ലോകം ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ഈ വീഡിയോയിലൂടെ പാകിസ്ഥാൻ തന്നെ വിളിച്ചു പറയുന്നത് പാകിസ്ഥാൻ ചൈനയുടെ പാവ സർക്കാരാണെന്ന് തന്നെയാണ്. ഇന്ത്യ റഷ്യയും ചൈനയുമായി റീഅലൈൻ ആവുമ്പോൾ പാകിസ്ഥാൻ വളരെ നിരാശാജനകമായി ദൂരേക്ക് മാറ്റി നിർത്തപ്പെടുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ ജിയോ പൊളിറ്റിക്സിൽ സ്ഥിര ശത്രുക്കളോ സ്ഥിര മിത്രങ്ങളോ ഇല്ല. ശത്രുക്കൾ ഫ്രണ്ട്സ് ആവുന്നതിലും എത്രയോ ബെറ്റർ ആണ് സ്മാർട്ട് ആവുന്നത്, അല്ലെ? ഇന്ത്യയും ചൈനയും വളരെ രൂക്ഷമായ അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട്. ദലൈലാമ വിഷയമുണ്ട്. ഇരു രാജ്യങ്ങളും രൂക്ഷമായി കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതേപോലെ തന്നെ ചൈന റഷ്യയുമായി ഇരു രാജ്യങ്ങൾക്കും ഇടയിലും അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടെന്നേ. എങ്കിൽ പോലും കോമ്പീറ്റ് ചെയ്യേണ്ട മേഖലയിൽ കോമ്പീറ്റ് ചെയ്തും കോർപ്പറേറ്റ് ചെയ്യേണ്ട മേഖലയിൽ കോർപ്പറേറ്റ് ചെയ്തും റിലേഷൻ മെച്ചപ്പെടുത്താനാണ് ചൈനയും ഇന്ത്യയും റഷ്യയും ഇനി ശ്രമിക്കുന്നത്, ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും. SCO സമ്മിറ്റ് അമേരിക്കയുടെ നിയന്ത്രണങ്ങൾക്കും താരിഫ് ഭീഷണികൾക്കും അമേരിക്കയുടെ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന മനോഭാവങ്ങൾക്കുള്ള മുന്നറിയിപ്പായിട്ട് നമ്മളിവിടെ കാണണം. SCO സമ്മിറ്റിൽ ഇന്ത്യക്ക് മറ്റൊരു നേട്ടം കൂടി നേടിക്കൊടുത്തു. ഈ SCO സമ്മിറ്റിൽ സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ചൈന ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു മൂലയിൽ കുറ്റിയടിച്ച പോലെ പ്രതിമ കണക്കെ നിൽക്കുന്ന ഷെഹബാസ് ഷെരീഫിന്റെ ആ നിൽപ്പ്, ബാലോചിസ്ഥാൻ അജണ്ട, ഇന്ത്യ വിരുദ്ധത എല്ലാം SCO സമ്മിറ്റിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതിന്റെ നാണക്കേടിന്റെ കനത്ത ചമ്മലിന്റെ ബോഡി ലാംഗ്വേജ് ആണ്.
നാണം കെട്ടതിൻ്റെ എക്സ്പ്രഷനാണ് ഷെഹബാസ് ഷെരീഫിൻ്റെ മുഖത്താകെ ലോകം കണ്ടത്. പാകിസ്ഥാന്റെ ഓൾ വെതർ ഫ്രണ്ടായ ചൈനക്ക് പാകിസ്ഥാനില്ലാതെ സർവൈവ് ചെയ്യാം. എന്നാൽ എന്നാൽ ഇന്ത്യയില്ലാതെ ചൈനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചൈനക്ക് സ്വാധീനം വേണമെങ്കിൽ ഇന്ത്യ വേണം, റഷ്യക്ക് സ്വാധീനം വേണമെങ്കിൽ ഇന്ത്യ വേണം, അമേരിക്കക്ക് ഇന്ത്യയില്ലാതെ പറ്റില്ല. കാരണം ഈ ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറയുന്നത് അത് ഇന്ത്യയാണ്. ഈ അൺസ്റ്റേബിൾ ആയ സമയത്തും ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്രോത്ത് നടക്കുന്നു ഉണ്ടെങ്കിൽ ആഗോള സ്വാധീനത്തിന്റെ ഒറ്റ തെളിവ്. അങ്ങനെ അമേരിക്ക സ്വപ്നം കാണാൻ പോലും പേടിച്ച ഇന്ത്യ ചൈന റഷ്യ അലയൻസിന് അപ്പുറം കാലങ്ങളായി അമേരിക്ക ഓരോ രാജ്യത്തിനും ചൈനക്കും റഷ്യക്കും അമേരിക്കക്കും ഒടക്ക് വെച്ച് അൺലോക്ക് ചെയ്തുകൊണ്ട് തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ കോപ്പറേറ്റ് ചെയ്തും കോമ്പീറ്റ് ചെയ്യേണ്ടടുത്ത് കോമ്പീറ്റ് ചെയ്തും ഇരു രാജ്യങ്ങളുടെ ചൈനയുടെയും ഇന്ത്യയുടെയും ദേശീയ താല്പര്യങ്ങൾ പരസ്പരമായി ഇടപെടാതെ നിന്നുകൊണ്ടുള്ള വളരെ ശക്തമായ അലയൻസ് ആണ് ട്രംപ് ഉണ്ടാക്കി കൊടുത്തത്. ട്രംപിന് ഈ പ്രാവശ്യം നോബൽ സമ്മാനം എന്തായാലും കിട്ടും. അത് രാജ്യങ്ങൾ തമ്മിലുള്ള വെടിവെപ്പ് നിർത്തുന്നതിനായിരിക്കില്ല. അമേരിക്ക ഒരിക്കലും മുറി കൂടരുതെന്ന് കരുതിയ വർഷങ്ങളോളം അമേരിക്ക മുൻകൈയെടുത്ത് ഒടക്ക് എടുത്തു മാറ്റിക്കൊണ്ട് ചൈനയെയും റഷ്യയെയും ഇന്ത്യയെയും പെട്ടെന്ന് ഒരുമിപ്പിച്ച കാര്യത്തിൽ ട്രംപിന് എന്തായാലും നോബൽ പ്രൈസ് കൊടുക്കാതെ തരമില്ല. മറ്റൊരു വീഡിയോയുമായി വരാം.